ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഗെയിമായിട്ടാണ്. ഏതാ ഗെയിം എന്ന് വെച്ചാൽ ജിം മാനേജർ എന്ന ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ജിമ്മ്, ഫിറ്റ്നസ് ജിം എന്നാണ് ഇപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടാം. ഈ സ്ഥലം ഏതൊരു സിറ്റി പോലത്തെ ഏതൊരു സ്ഥലമാണ്, നല്ല അടിപൊളി നല്ല സെറ്റ് സ്ഥലമാണ്. ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അതേപോലെ ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ് സ്റ്റോർ, അവിടെ ഒരു ഫിറ്റ്നസ് നമ്മൾ ജിമ്മിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കട ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കട, ഒരു പഴയ കട കേട്ടോ, അത്ര വലിയ സെറ്റപ്പ് കട ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു വല്ല സെറ്റപ്പ് കടയിട്ടാണ് തരാമെന്ന്. ഇതിപ്പം ഫുള്ള് വൃത്തിയാക്കേണ്ട പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെന്തോ ബേസിക്സ് ആയിട്ട് ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഒക്കെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ഹൗസ്, സപ്ലിമെൻറ്റ് സ്റ്റോറ്, ബസാറ്, ഷാഡിഗൈ, ബാങ്ക്, ഒപ്പോണൻ്റ് ജിമ്മ്, മാൾമാർട്ട് ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഒപ്പോണൻ്റ് ജിമ്മ് പറഞ്ഞൊരു ജിമ്മുണ്ട് കേട്ടോ ഇതിൽ. നമ്മളെ ജിമ്മിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടൊരു ജിമ്മ് ഇവിടെ ഉണ്ട്. ഈ ജിമ്മിനേക്കാളൊരു വലിയ ജിമ്മാക്കണം നമ്മളെ ജിമ്മ്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ ജിമ്മക്ക് വരുത്തിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡാണ്, ഇപ്പോൾ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് നമ്മളെ കടൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കടൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി വെക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞത് അൺലോക്ക് ബ്രൂമാണ്. ബ്രൂം പറഞ്ഞതാ ഈ വൃത്തിയാക്കണ ഈ സാധനം. എന്നിട്ട് ക്ലീൻ ദ ജിം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജിമ്മ് ക്ലീൻ ആക്കണം. ജിമ്മ് ക്ലീൻ ആക്കാൻ ആദ്യം നമ്മൾ ക്യൂ നോക്കിയിട്ട് ബ്രൂം എടുത്തതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. പിന്നെ അടുത്ത എം ടി ട്രാഷ് ബിന്ന് എം ടി ആക്കാൻ പറഞ്ഞു. ഓക്കെ, ഇതാക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ട്രാഷ് ബിന്ന് എം ടി ആക്കണം. ട്രാഷ് ബിന്ന് എം ടി ആക്കി. ഇനി അപ്പോൾ വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയിടണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, വേസ്റ്റ് ബിന്ന് പുറത്ത് കൊണ്ടുപോയി. ഓക്കെ, വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അൺലോക്ക് ഫ്രഞ്ച്. ഓക്കെ, ഫ്രഞ്ച് ഇവിടെ ഉണ്ട്. $50 ഫ്രഞ്ചിന്. ഓക്കെ, ഫ്രഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ പോസ്റ്റർ, ജിമ്മിലൊട്ടിക്കുന്ന പോസ്റ്റർ, ഡെക്കറേഷൻസ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും, കുറേ പൈസ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഫ്രഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ച് വാങ്ങി. ഓക്കെ, ഫ്രഞ്ച് നമുക്ക് ബെഡ് മേൽ ആക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ബെഡ് മേൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് എടുക്കണം, അതെടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇനി ട്രാഷ് ബിന്ന് നമ്മൾ എടുത്ത് നമുക്ക് ഒരു മൂലയിലായിട്ട് വെക്കാം. ഓക്കെ, നമ്മളെ ബെഡ് നമ്മൾ ഈ ഒരു മൂലയിലായിട്ട് വെക്കാം. ഓക്കെ, ഇതിൽ വീടൊന്നുമില്ല കേട്ടോ ഗൈസ്, ജിമ്മിൽ തന്നെ കിടന്നുറങ്ങാം. ജിമ്മിൽ തന്നെ ഒക്കെ ജിമ്മിൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ബൈയിങ് എക്യുപ്മെൻ്റാണ്. നമ്മളെ കടയിലേക്കുള്ള എക്യുപ്മെൻറ്റും സാധനങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്കൊരു ചെറിയ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ബാക്കിലെന്തോ വലിയ സ്ക്രീൻ, എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ നമ്മളെ പരസ്യമൊക്കെ ഇടാനിരുന്ന്. ഒക്കെ ഇതിലുണ്ട് ചീപ്പ് ട്രേഡ് മില്ല്, ഡംബൽ സ്റ്റാൻഡ്, സ്ക്വയർ മാറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇത് നമുക്ക് പുറത്തെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. മെമ്പേഴ്സ് എക്യുപ്മെൻറ്റ് ഒക്കെ അത്ര തന്നെ ഉള്ളൂ. നേരെ ഇനി പുറത്തെ എക്യുപ്മെൻറ്റ് വാങ്ങാനായിട്ട് പുറത്തെ നേരെ കടയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെയാണ് നമ്മളെ എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. നേരെ ജിമ്മിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങേണ്ടത് ചീപ്പ് ട്രേഡ് മില്ലാണ്. ഇതല്ലാതെ മാറ്റാണ്. ഓക്കെ, ഇതാ ചീപ്പ് ട്രേഡ് മില്ല് ഇവിടെ ഉണ്ട്. ഇത് 2 വാങ്ങാനാണ് പറഞ്ഞത്. 2 വാങ്ങാം. ഓക്കെ, 1, 2 വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഡംബലിൻ്റെ സ്റ്റാൻഡാണ്. ഡംബലിൻ്റെ സ്റ്റാൻഡ് ഇവിടെ തന്നെ കണ്ടീനും ഇവിടെ ഇല്ല. ഓക്കെ, അതാ അപ്പുറത്തെ സൈഡിലാണ്, അവിടെ ഉണ്ട്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡ് 1 മതി. അതേമാതിരി സ്ക്വയർ മാറ്റും വാങ്ങണം. സ്ക്വയർ മാറ്റ്
ഓക്കെ, സ്ക്വയർ മാറ്റ് ഇവിടെ $150, അതും 2 ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് $300 കയ്യിലുള്ളത്. ബാക്കി എല്ലാത്തിനും സാധനങ്ങൾ നമ്മളെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ജിമ്മിൽ ഇവിടെ സെറ്റാക്കി വെക്കണം. ഓക്കെ, ഫസ്റ്റത്തെ നമ്മളെ ഇതെന്തോ ഓടണ എന്തോ സാധനമാണ്. ഓക്കെ, ഓടണ ഇത് 2 ആയിട്ടുണ്ട്. 2 ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഓടണത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ട്, അത് ഇതിൻ്റെ നേരെ പുറത്ത് തന്നെ വെക്കാം. തിരിച്ചിട്ട് കറക്റ്റാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മളെ ഡമ്പൽ സ്റ്റാൻഡ് ഈ സൈഡിലെ തറക്കലായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിടാം. ഓക്കെ, അതും വെച്ചു. ഇനി നമ്മളെ 2 മാറ്റ് ഉണ്ട്. 2 മാറ്റ് അതിൻ്റെ പുറത്ത് തന്നെ ആയിട്ട് സെറ്റ് ചെയ്തിടാം. ഓക്കെ, 2 ഈ സൈഡിലും വെക്കാം. ഓക്കെ, മാറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലെവൽ 2 ആയിട്ടുണ്ട്. പുതിയ പ്രൊഡക്റ്റ് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മളെ കട തുറന്നിടാം. കട തുറന്നതിന് മുന്നേ നമ്മളെ ജിമ്മിൻ്റെ പേരൊന്ന് മാറ്റിയിടാനുണ്ട്. ജിമ്മിൻ്റെ നെയിം ഒന്ന്. ഓക്കെ, നമ്മൾ ജിം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ജിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആൾക്കാർ വരുമോ ഇല്ല നോക്കാം. പെട്ടെന്ന് തന്നെ ആൾക്കാർ വരുത്തിയിട്ട് $300 കൂട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ ഈ ജിമ്മൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കാണ്ട് നമുക്ക് ഈ ജിമ്മിൻ്റെ നെയിം ജസ്റ്റ് മാറ്റിയിടാം. ഫിറ്റ്നസ് ജിം ഉള്ളത് നമുക്ക് ബോർഡറൊക്കെ മാറ്റാം കേട്ടോ. ടോപ്പിൽ ബോർഡറിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, RG ജിം എന്നുണ്ടാ. ഓക്കെ, തൽക്കാലത്തിന് അതൊക്കെ മതി. ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടിയിടാം. കുറച്ചൊന്ന് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ, കളറൊന്നും മാറ്റില്ല. നേരെ കൺഫേം അടിക്കുക. ഇനി ബൈ ബ്രോച്ചർ എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവരൊന്ന് സർവേ ചെയ്യാം. നമ്മളെ കടയിലേക്കാക്ക. ഐ വാണ്ട് ടു ബി എ മെമ്പർ. ഒക്കെ മെമ്പർ ആവാൻ താല്പര്യമുണ്ടോ? ലെറ്റ് മീ ഗീവ് യു പ്രൈസിങ് ഷീറ്റ് കൊടുക്കുക. അവർക്ക് പ്രൈസിങ് ഷീറ്റ് കൊടുക്കുക. ഓക്കെ, 1 ഡേ, 2nd ഡേ സബ്സ്ക്രിപ്ഷൻ, 3rd ഡേ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെന്തോ ഒരു ആദ്യമായിട്ട് വരുന്നവർക്കാണ് ഫണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഐ അക്സെപ്റ്റ് ദ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടുത്ത ആൾ. ഓക്കെ, എന്താ യു ഡംപ് ദ അതർ ജിം ഫോർ വോസ് വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. ഓ, ആ ചേച്ചി പോയിട്ടോ. ആ ചേച്ചി എന്തോ പറഞ്ഞപ്പോൾ പോയി. ഓക്കെ, ലെറ്റ് മീ ഗീവ് ഇത് പ്രൈസിങ് ഷീറ്റ് കൊടുക്കുക. കൺഫേം അടിക്കുക. നേരെ അക്സെപ്റ്റ് ദ ഓഫർ. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറലി 5 ആൾക്കാരിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവനവിടെ ഹെഡ്സെറ്റൊക്കെ ഇട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തന്മാർ ഡ്രസ്സൊക്കെ മാറ്റി ലോക്കർ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ അടുത്തൻ ഡംബിൾസൊക്കെ പൊക്കി പിടിച്ച് എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് പൊളിച്ച് നോക്കാം. ലൈറ്റ് സ്വിച്ച്. ഓക്കെ, ലൈറ്റ് നമ്മളെ തോന്നുന്നു ജിമ്മത്തെ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. നമുക്ക് ഇത് ചുമരിൽ വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഏകദേശം ഒരു ഈ സൈഡിലായിട്ട് ഇവിടെ ഒടിക്കലൊക്കെ ഒന്ന് വെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഒക്കെ ഓണാക്കി നോക്കാം. ഓക്കെ, ലൈറ്റിൻ്റെ തന്നെയാണ്. കടയിലെ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് എ മെമ്പർ ഈസ് യൂസിൻ്റെ എക്യുപ്മെൻറ്റ് റോങ്. ഏതൊരു മെമ്പർ റോങ് ആയിട്ട് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കണ്ട. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിൽ ബ്രോച്ചർ വാങ്ങാനായിട്ട് നേരത്തെ പറഞ്ഞു. സിമ്പിൾ ബ്രോച്ചർ, ഗുഡ് ബ്രോച്ചർ, ക്വാളിറ്റി ബ്രോച്ചർ ഉണ്ട്. അതിൽ ഒരു സിമ്പിൾ ബ്രോച്ചർ വാങ്ങി വെക്കാം. ഓക്കെ, നമ്മളെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം അടിച്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ആളും വന്നിട്ടുണ്ട്. ഓക്കെ, അയാൾക്കും ഇവിടെ എന്തോ സൈഡിൽ എന്തോ ഫ്ലിർട്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അയാളും പോയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഫസ്റ്റത്തെ ക്യാഷാണ്. $78 കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസായിട്ട്. ഓക്കെ, ഇവിടെ ജിമ്മിൽ ഓരോരുത്തന്മാർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എക്യുപ്മെൻറ്റ്സ് വാങ്ങണം കേട്ടോ. കടക്കൊന്ന് വലുതാക്കിയിട്ട് കുറച്ചും കൂടി എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ട്
കടക്കൊന്ന് വലുതാക്കണം. ഈ ബ്രോച്ചർ 2 കൂടി വാങ്ങണം. അത് ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രോച്ചർ 3 ബ്രോച്ചർ വാങ്ങണം. ആദ്യമായിട്ടുള്ളതിനും ഓക്കെ. ഇതാണ് ബ്രോച്ചർ എന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്നറിയില്ല. നോ ഓപ്പൺ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാനാണ് തോന്നുന്നുണ്ട്. നമ്മൾ പരസ്യം പോലെ കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇയാളിത് ഉപയോഗിക്കാൻ അറിയാതെ ഇങ്ങനെ വീണുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അയാൾ പോയി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യലെന്ന് പഠിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജനാലമേലുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ മറന്നുപോയി. ഇത് ആദ്യം ചെയ്യേണ്ട പരിപാടിയായിരുന്നു. ഇത് ചെയ്താലാണ് പുറത്തുനിന്ന് ഇതിലേക്ക് നല്ല ഓക്കെ. അതെന്താ ഹൈപ്പ് എന്തോ ആണ്. ഓക്കെ, ഇത് ഒഴിവാക്കിയാലാണ് ഉള്ളിലേക്ക് വ്യൂ ഉണ്ടാവുള്ളൂ. അതേമാതിരി ആൾക്കാർ വരുള്ളൂ. ഇത് ആദ്യം ചെയ്യേണ്ട പരിപാടിയായിരുന്നു. നമുക്ക് മറന്നുപോയതാണ്. അപ്പോഴാണ് നമുക്ക് ഒക്കെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പം പുതിയ ആൾക്കാർ ഓക്കെ ക്യാഷായിട്ട് ഇവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, 3 ആൾക്കാർ ക്യാഷായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാഷൊക്കെ വാങ്ങി വെച്ചാൽ നമ്മളെ കടണ്ട് ക്ലോസ് ചെയ്ത് ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, നേരം വെളുത്തു ഗൈസ്, നേരം വെളുത്തു. നമ്മൾ ജിമ്മ് ഇപ്പോൾ കറൻ്റ്ലി $667 ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.